ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നു ഡൽഹി റൌസ് അവന്യൂ കോടതി എന്നുള്ളതാണ്. ഏപ്രിൽ 1 വരെ കസ്റ്റഡി കാലാവധി നീട്ടിക്കൊണ്ട് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് വീണ്ടും കോടതിയിൽ നിന്ന് തിരിച്ചടി. 4 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടി നൽകിക്കൊണ്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. 7 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണം എന്നുള്ളതായിരുന്നു കോടതിയുടെ ആവശ്യം. പക്ഷേ 4 ദിവസത്തേക്ക് കൂടി കോടതി നീട്ടി നൽകിയിരിക്കുന്നു. എസ് വിജയകുമാറുണ്ട്. വിജയകുമാർ, ഇന്നും തിരിച്ചടിയാണ്. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം നേരിട്ട് തന്നെ പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ പറയുകയും തെളിവ് എവിടെ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇ ഡി ആവശ്യപ്പെട്ടതുപോലെ തന്നെ അത്രയും ദിവസം നൽകുന്നില്ല. അത് കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇ ഡി കസ്റ്റഡിയിൽ തുടരണം കേജ്രിവാൾ. അതാണ് അനുജ, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇനിയും വേണമെന്ന ഇ ഡിയുടെ ആവശ്യം കോടതി ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ്. റൌസ് അവന്യൂ കോടതി ഏപ്രിൽ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിൽ വിട്ടു കൊടുത്തിരിക്കുന്നത്. 7 ദിവസമാണ് ഇ ഡി ആവശ്യപ്പെട്ടത്. 4 ദിവസം ഇവിടെ കോടതി കൊടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വിശദമായി എന്ന് വെച്ചാൽ ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു പ്രതി കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ സാധാരണ അങ്ങനെ കേസ് പ്രസന്റ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ കേസ് ഏതാണ്ട് ഒരു 5 മിനിറ്റ് എടുത്ത് കോടതിയിൽ വിശദമായി സംസാരിച്ചതാണ്. എഴുതി കൊടുക്കണം എന്ന് കോടതിയിൽ പറഞ്ഞെങ്കിലും എഴുതി കൊടുക്കലല്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചതാണ്. ഇ ഡി അവരുടെ നിലപാട് രേഖാമൂലം അവരുടെ കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന അപേക്ഷയിലും സമർപ്പിച്ചിരുന്നു. ഇതിൽ അത്ഭുതകരമായി ഒന്നും സംഭവിച്ചു എന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇത് സ്വാഭാവികമായി കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാവുന്നതാണ്. ഒരു അന്വേഷണ ഏജൻസി അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ 1-2 തവണ കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചാൽ അത് സാധാരണഗതിയിൽ അത് ട്രയൽ കോടതികൾ അത് അനുവദിക്കാറാണ് പതിവ്. ഇവിടെയും അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളത് കൊണ്ടുമാണ് ഒരുപക്ഷെ അതിന്മേൽ ഇത്രയും വിശദമായ വാദം നടന്നത്. സാധാരണഗതിയിൽ അത്രയും വിപുലമായ വാദം പോലും നടക്കാതെ കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കലാണ് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിലൊക്കെ കാണുന്നത്. ഇവിടെ ഈ പ്രത്യേക സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവാം അങ്ങനെ ഒരു വാദം നടന്നത്. അതുകൊണ്ടാണ് ഇ ഡി പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, അഴിമതി കേസിലെ പ്രതി എന്ന നിലയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും പ്രിവിലേജ് നിയമത്തിന് മുകളിൽ മുഖ്യമന്ത്രിക്കില്ല എന്ന് ഇ ഡിക്ക് കോടതിയിൽ പറയേണ്ടി വന്നതും ഈ കോടതിക്കകത്ത് അരവിന്ദ് കെജ്രിവാളിന് കേസ് പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയ സാഹചര്യത്തിലാണ്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഈ കസ്റ്റഡി എക്സ്റ്റൻഷൻ പെറ്റീഷൻ ഒരാഴ്ച ചോദിച്ചാൽ 4 ദിവസമോ 5 ദിവസമോ കൊടുക്കുന്നതിൽ അസ്വാഭാവികതയില്ല. അതൊരു സാധാരണ ജുഡീഷ്യൽ നടപടിക്രമമാണ്. 1, 2, 3 തവണ ഇത്തരം എക്സ്റ്റൻഷൻ പെറ്റീഷനുകൾ ഈ അന്വേഷണ ഏജൻസികൾ നൽകുന്നത് കോടതികൾ അനുവദിച്ചു കൊടുക്കാറുണ്ട് നമ്മളുടെ സംവിധാനത്തിന്റെ കീഴിൽ. അതിനുശേഷം തുടർച്ചയായി ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ മാത്രമാണ് കോടതി അതിൽ ഇടപെടുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതി കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം 2ാമത് തവണ ഹാജരാക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഈ എക്സ്റ്റൻഷൻ പെറ്റീഷൻ കൊടുക്കുന്നത്. ആ സമയം കൂടുതൽ വിപുലമായ ചോദ്യം ചെയ്യൽ ചില കാര്യങ്ങൾ ഒക്കെ കോടതി മുൻപാകെ അന്വേഷണ ഏജൻസി വച്ചിട്ടുണ്ട്. അത് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു വാശി അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം സാധാരണഗതിയിൽ വിചാരണ കോടതികൾ എടുക്കാറില്ല. പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ തെളിവുകൾ കണ്ടെത്തുക, ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, കൂട്ടുപ്രതികളോടൊപ്പം ചോദ്യം ചെയ്യുക, അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് പറയുക, ഡിജിറ്റൽ തെളിവുകൾ ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെടുക, ഇതൊക്കെ സ്വാഭാവികമായും കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ പര്യാപ്തമായ മതിയായ കാരണങ്ങൾ തന്നെയാണ്. ഇ ഡി അതുമാത്രമേ ഇവിടെയും നൽകിയിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഏപ്രിൽ 1 വരെ എന്ന് വെച്ചാൽ ഇന്നു മുതൽ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള അനുമതി ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. ശരിയാണ്, ഇത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപ്പുറത്തേക്ക് ഇതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. സാധാരണഗതിയിൽ സംഭവിക്കാവുന്ന ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിന്റെ പ്രാധാന്യം അത് തെരഞ്ഞെടുപ്പ് കാലം, ഒരു മുഖ്യമന്ത്രി, ഒരു പാർട്ടിയുടെ നേതാവ്, ആ പാർട്ടി വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉന്നയിക്കുന്നു, ഇന്നും ഉന്നയിച്ചു.
ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചാബിൽ അവരുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ BJP നീക്കം നടത്തുകയാണ്. നിരവധി MLA-മാരെ BJP-യിലേക്ക് ക്ഷണിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു MP രാജിവെച്ച് BJP-യിലേക്ക് പോയത്. ഒരു MLA പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അതിന് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് എന്ന് പറയാം. എന്നതിനപ്പുറത്തേക്ക് കോടതിയുടെ ഈ നടപടി സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് തന്നെയാണ്, ഒരു പ്രൊസീജിയർ തന്നെയാണ്. രണ്ടാമത് തവണ കസ്റ്റഡി ചോദിക്കുമ്പോൾ അത് 7 ദിവസം ചോദിക്കുമ്പോൾ 4 ദിവസം കൊടുക്കുക എന്നതിൽ അസ്വാഭാവികതയില്ല. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അനുജ.